ജേക്കബ് സാർ, മാനേജർ അനിൽകുമാർ സാർ, ഗ്രാമപഞ്ചായത്ത് അംഗം, അതുപോലെ വിശിഷ്ടാതിഥിയായി കടന്നു നിൽക്കുന്ന ശ്രീമതി അഡ്വക്കേറ്റ്, മറ്റ് വേദിയിലും സദസ്സിലും ഒക്കെ ആയിരിക്കുന്ന ഗ്രാൻഡ് ഫാദേഴ്സ്, ഗ്രാൻഡ് പേരൻസ്, കുഞ്ഞുങ്ങൾ, ഈ ഒരു നല്ല ദിവസം വളരെ നാളുകൾക്ക് ശേഷം കുഞ്ഞുങ്ങൾക്ക് മാത്രമായി, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ ക്രമീകരിച്ച് സാധാരണ ആനുവൽ ഡേയുടെ ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് അത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക പതിവാണ്. എന്നാൽ അവർക്കായി മാത്രം ഒരു ദിവസം ഇങ്ങനെ ക്രമീകരിച്ചല്ലോ. ഇതിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ്സിനായി അവർക്കുള്ള സ്നേഹബന്ധത്തെ ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മക്കളുടെ മുമ്പിൽ പോലും ഗൗരവം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗ്രാൻഡ് പേരൻസ് കൊച്ചു മക്കളുടെ മുമ്പിൽ പലപ്പോഴും തോറ്റു കൊടുക്കാറ്. വലിയ ഒരു സ്വാധീനമാണ് കൊച്ചുമക്കൾ അവരിൽ ചെലുത്താറുള്ളത്. പല ഭവനങ്ങളിലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പേരൻസ് പലരും വിദേശ രാജ്യങ്ങളിലോ മറ്റു പലയിടങ്ങളിലോ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും അവരുടെ സാഠ്യങ്ങളും ദുശാഠ്യങ്ങളും ഒക്കെ അനുസരിച്ച് നടക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. ഇന്ന് ഇത്രയധികം ഗ്രാൻഡ് പേരൻസ് ഇവിടെ കടന്നു വന്നു. ഒരിക്കലും ഇന്നേ ദിവസം ഇത്ര ആളുകൾ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ബഹുമാന്യ പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാമിനായി കടന്നു വന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ അതിശയിച്ചു പോയി. അതെല്ലാം അവർക്ക് കൊച്ചുമക്കളിലുള്ള ആ സ്നേഹാധിക്യമാണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി ഭംഗിയായി കുഞ്ഞുങ്ങളെ ഈ വേദിയിലേക്ക് ഒരുക്കിയെടുത്ത, അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച അധ്യാപകർക്കായി, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗുണപാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവരെ ഒരുക്കി ഇവിടേക്ക് അയക്കുകയും ചെയ്ത എല്ലാ മാതാപിതാക്കളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ ദിവസം അവിസ്മരണീയമായി തീരട്ടെ. തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകളും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ സർവേശ്വരൻ കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ചുരുക്കും.